യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പി.കെ. ഫിറോസും കെ.ടി. ജലീൽ എം.എൽ.എയും തമ്മിലുള്ള പോര് കനക്കുകയാണ്. ആരോപണ പ്രത്യാരോപണങ്ങളുമായി ഏറ്റുമുട്ടൽ സജീവമാകുന്നതിനിടെ ജലീലിനെതിരെ രൂക്ഷമായ പ്രതികരണവും വെല്ലുവിളിയുമായി ഫിറോസും രംഗത്തെത്തി. ജലീൽ ഉയർത്തിയ ആരോപണങ്ങൾക്ക് മറുപടിയായി വാർത്താ സമ്മേളനം വിളിക്കുമെന്നും മന്ത്രിസ്ഥാനത്ത് നിന്നും പുറത്താക്കിയ സീസൺ 1 തുടർച്ചയായി എം.എൽ.എ സ്ഥാനവും രാജിവെപ്പിക്കുന്ന സീസൺ 2 ഇന്ന് തുടക്കം കുറിക്കുമെന്നുമാണ് ഫിറോസ് പറഞ്ഞത്. ഫിറോസിന്റെ 2 കമ്പനികളെ കുറിച്ചുള്ള വിവരങ്ങൾ കൂടി ലഭിച്ചിട്ടുണ്ടെന്നും അടുത്ത ദിവസം വിവരങ്ങൾ പുറത്തുവിടുമെന്നുമായിരുന്നു ജലീലിന്റെ പ്രതികരണം. CPIM മലപ്പുറത്ത് നടത്തിയ സീതാറാം യെച്ചൂരി അനുസ്മരണത്തിലായിരുന്നു ജലീൽ തീപ്പൊരിയിട്ട് കൊടുത്തത്. കടലാസ് കമ്പനികൾ രൂപവൽക്കരിച്ച് ഹവാലയും റിവേഴ്സ് ഹവാലയുമാണ് നടത്തുന്നതെന്ന സംശയവും ബലപ്പെടുകയാണ്. സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നതിനെതിരെയാണ് മതസംഘടനകൾ ലീഗിനെ ഉപദേശിക്കേണ്ടതെന്നാണ് ജലീലിന്റെ വാദം. മുസ്ലിം ലീഗ് നേതാക്കൾ സ്വന്തം പ്രവർത്തകർക്കിടയിലാണ് സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നതെന്നും പലവിധ കമ്പനികൾ രൂപവൽക്കരിച്ച് നിക്ഷേപം സ്വീകരിച്ചാണ് പ്രവർത്തകരെ വഞ്ചിക്കുന്നതെന്നും കെ.ടി. ജലീൽ ആരോപിച്ചു. പരാതിയുമായി എത്തുന്ന പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തി തിരിച്ചയക്കുന്നതും പതിവായിട്ടുണ്ട്. പാണക്കാട് കുടുംബത്തെ ഉപയോഗിച്ചാണ് ഒരു വിഭാഗം നേതാക്കൾ പണമുണ്ടാക്കുന്നത്. ഇത്തരം കറക്കു കമ്പനികളുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് പാണക്കാട് കുടുംബാംഗങ്ങൾ രാജിവെക്കണമെന്നും അദ്ദേഹം പറയുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കെ.ടി. ജലീലും പി.കെ. ഫിറോസും തമ്മിലുള്ള പരസ്യപ്പോര് മുറുക്കുകയാണ്. പി.കെ. ഫിറോസ് റിവേഴ്സ് ഹവാലയാണ് നടത്തുന്നതെന്നതടക്കമുള്ള ആരോപണങ്ങൾ കെ.ടി. ജലീൽ എം.എൽ.എ ഉന്നയിച്ചിരുന്നു. ഫിറോസ് പല സ്ഥാപനങ്ങളും നടത്തുന്നുണ്ടെന്നും തിരുനാവായക്കാരനായ മുഹമ്മദ് അഷ്റഫാണ് അദ്ദേഹത്തിന്റെ ബിനാമിയെന്നും കെ.ടി. ജലീൽ പറഞ്ഞിരുന്നു. പി.കെ. ഫിറോസിന് അതും നിഷേധിക്കാനാവില്ലെന്നും യൂത്ത് ലീഗ് പ്രവർത്തകർ തന്നെയാണ് തന്നോട് ഇക്കാര്യം പറഞ്ഞതെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ ബന്ധു നിയമനം കയ്യോടെ പിടികൂടിയതിലുള്ള അമർഷമാണ് ജലീലിനെന്നും ദാവൂദുമായി ബന്ധമുണ്ടെന്ന് ഇനി പറയാനുള്ളൂവെന്നുമായിരുന്നു ഫിറോസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. മന്ത്രിയായിരുന്ന ഘട്ടത്തിലെ അഴിമതി പുറത്തുവരുന്നു എന്നറിഞ്ഞ വെപ്രാളത്തിലാണ് അദ്ദേഹം. തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരുമോ എന്ന ഭീതിയിലാണ്. മനോനില തെറ്റിയ നിലയിലാണ് അദ്ദേഹം ഉള്ളത്. പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പറയുന്നത്. താൻ തൊഴിലും ബിസിനസ്സും ചെയ്യുന്നുണ്ടെന്നും രാഷ്ട്രീയം ഉപജീവനമാക്കിയിട്ടില്ലെന്നും ഫിറോസ് കൂട്ടിച്ചേർത്തു. കൊപ്പത്തെയും ഹൈലൈറ്റ് മാളിലെയും സ്ഥാപനത്തിൽ പങ്കാളിത്തമുണ്ട്. നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല. ഇനിയും ബിസിനസ്സുകളുണ്ടെന്നും ഫിറോസ് വ്യക്തമാക്കി.